കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷത്തിൽ KSU MSF പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ്. SFI പ്രവർത്തകരുടെ പരാതിയിൽ 5 പേർക്കെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ SFI പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. ഫെലിക്സ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, എന്താണ് ഇപ്പോൾ KSUവും അതോടൊപ്പം തന്നെ MSFും ഉന്നയിക്കുന്ന പരാതി? കാര്യം നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ വലിയ സംഘർഷം നടന്നത്. ചേരിതിരിഞ്ഞ് MSF KSU പ്രവർത്തകരും അപ്പം മറുവശത്ത് SFI പ്രവർത്തകരും തമ്മിലാണ് ഈ സംഘർഷം ഉണ്ടായത്. അതിലാണിപ്പോൾ MSF KSU പ്രവർത്തകരെ മാത്രം അവർക്കെതിരെ മാത്രം ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. അതിൽ മൊത്തം 24 പേർക്കെതിരെയാണ് കേസ്. ഈ KSU MSF പ്രവർത്തകരായ ഹരികൃഷ്ണൻ പാലാട്, യുനൈസ് കൂടാലി, സഫ്വാൻ കടൂർ, തസ്ലീം അടിപ്പാലം, പിന്നീട് മറ്റ് കണ്ടാൽ അറിയാവുന്ന 20 പേർ, അങ്ങനെയാണ് മൊത്തം 24 പേർക്കെതിരെയാണ് വധശ്രമത്തിൻ്റെ കേസ്. SFIയുടെ മയ്യിൽ ഏരിയ സെക്രട്ടറിയുടെ പരാതിയിലാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. അതേസമയം ഇപ്പോൾ MSFും KSUവും ആരോപിക്കുന്നത് അതിക്രൂരമായ മർദ്ദനമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും തങ്ങൾക്കെതിരെ നടന്നത്. പക്ഷേ SFI പ്രവർത്തകരുടെ പേരിൽ ഒരു തരത്തിലുള്ള വധശ്രമത്തിനടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നില്ല. നേരത്തെ പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിന് MSF KSU SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. അതിനപ്പുറം ഈ അതിക്രൂരമായ അക്രമം നടത്തിയിട്ടും SFI പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണ് എന്നൊരു ആരോപണമാണ് MSFിൻ്റെയും KSUവിൻ്റെയും ഭാഗത്തുനിന്നും ഉയരുന്നത്. ശരി.